മക്കളെ പല എക്സാമിനേഷനുകൾക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. എ കപ്പാസിറ്റർ ഓഫ് 20 മൈക്രോഫാരഡ് is charged to 500 volts and connected in parallel to another capacitor of 10 microfarad charged to 200 volts. The common potential is. അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പാസിറ്ററുകൾ എടുക്കുകയാണ്. ഒന്നാമത്തെ കപ്പാസിറ്റർ C1, രണ്ടാമത്തെ കപ്പാസിറ്റർ C2. അവരുടെ പൊട്ടൻഷ്യൽസ് V1ഉം V2 ആണ് കേട്ടോ. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും പാരലലായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ചാർജ് വിൽ ഫ്ലോ ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്ന് താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യും. എപ്പോൾ വരെ? രണ്ടുപേർക്കും ഒരു കോമൺ പൊട്ടൻഷ്യൽ കിട്ടുന്നത് വരെ. ഓക്കെ, ആ കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ് V is equal to C1 V1 plus C2 V2 divided by C1 plus C2. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ് കേട്ടോ. C1 V1 എല്ലാ വാല്യൂസും ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. C1 20 V1 500, C2 10 V2 200. എല്ലാ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. C1 20 into 10 raised to minus 6 into 500 plus C2 എന്ന് പറയുന്നത് 10 into 10 raised to minus 6 into 200 divided by C1 എന്ന് പറയുന്നത് 20 into 10 raised to minus 6 plus C2 എന്ന് പറയുന്നത് 10 into 10 raised to minus 6. സിംപ്ലിഫൈ നോക്കാം കേട്ടോ. ന്യൂമറേറ്ററിൽ എന്താ കിട്ടുക? ഇവിടെ 20 into 500 എടുക്കുമ്പോൾ 10,000 അല്ലേ? 10,000 into 10 raised to minus 6. ഇവിടെ 10 into 100 200 എടുക്കുമ്പോൾ 2000, 2000. അപ്പോൾ ഇത് 10,000 10 raised to minus 6ഉം ഇത് 2000 into 10 raised to minus 6ഉം രണ്ടും കൂടി ചേർത്താൽ 12,000 into 10 raised to minus 6. 10 raised to minus 6 അവിടെ കോമൺ ആണ് കേട്ടോ. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. ഇവിടെയും അത് കോമൺ ആണ് 10 raised to minus 6. ഡിനോമിനേറ്ററിലോ 20 10 raised to minus 6 ഇവിടെയും 10 10 raised to minus 6 ഇവിടെയും രണ്ടും കൂടി ആഡ് ചെയ്താൽ 30 10 raised to minus 6 അല്ലേ? ഇനി നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാം. 10 raised to minus 6 കട്ടായി, 0 കട്ടായി. 1200/30 എന്ന് പറയുമ്പോൾ 400 വോൾട്ട്സ് ആൻസർ കിട്ടും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. ആൻഡ് ഇവിടെ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.